ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ബ്രിക്സിൻ്റെ ഇൻഗ്രീഡിയൻസും മാനുഫാക്ചറിങ് പ്രോസസ്സും ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആരെങ്കിലും അത് കാണാതെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സും ബ്രിക്ക് മേസൺറിയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. സോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഹാസ് എ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ഓപ്ഷൻസ് 25 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ, 65 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ, 75 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് 105 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ PSC ആണെങ്കിലും SSC ആണെങ്കിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ബ്രിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ ബ്രിക്സിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്തിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വാളിറ്റി അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് ബ്രിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബേൺഡ് ഓർ പക്ക ബ്രിക്സ് ആൻഡ് അൺബേൺഡ് ഓർ സൺഡ്രൈഡ് ഓർ കച്ച ബ്രിക്സ്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സൺഡ്രൈഡ് ഓർ അൺബേൺഡ് ബ്രിക്സ് എന്തായിരിക്കും? ജസ്റ്റ് മോൾഡ് ചെയ്തതിന് ശേഷം സൺഡ്രൈ ചെയ്തെടുക്കുന്ന ബ്രിക്സ് ആയിരിക്കും അൺബേൺഡ് ഓർ സൺഡ്രൈഡ് ബ്രിക്സ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ബ്രിക്സിൻ്റെ ക്വാളിറ്റീസ് എല്ലാം വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കിതിന് ടെമ്പററി കൺസ്ട്രക്ഷന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഈ ബേൺ ബ്രിക്സ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 4 ടൈപ്സ്: ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ്, സെക്കൻഡ് ക്ലാസ് ബ്രിക്സ്, തേർഡ് ക്ലാസ് ബ്രിക്സ് ആൻഡ് ഫോർത്ത് ക്ലാസ് ബ്രിക്സ്. അപ്പോൾ ഈ ഓരോ ടൈപ്പ് ഓഫ് ബ്രിക്സിൻ്റെയും ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ ക്വാളിറ്റീസ് നോക്കാം. ഒരു ഗുഡ് ബ്രിക്സിന് വേണ്ട ക്വാളിറ്റീസ് തന്നെയായിരിക്കും ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിന് ഉണ്ടായിരിക്കേണ്ടത്. ഇത് ടേബിൾ മോൾഡഡ് ആയിരിക്കും, കിൻ ബേൺഡ് ആയിരിക്കും, പിന്നെ ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ 20%-നേക്കാളും കൂടാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് 40 Nm/mm² കൂടുതലായിരിക്കണം. ഇനി നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിന് ഒരു മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് പറയുന്നുണ്ട്. 10.2 to 11 Nm² ആണ് ഈ മിനിമം കംപ്രസീവ് സ്ട്രെങ്തിൻ്റെ വാല്യൂ. ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ എഡ്ജസ് എല്ലാം സ്മൂത്ത് ആൻഡ് സ്ട്രെയിറ്റ് ആയിരിക്കും. സോ ഇവിടെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ ഇത് സുപ്പീരിയർ വർക്സിനായിരിക്കും ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ്. സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് ഗ്രൗണ്ട് മോൾഡഡ് ആൻഡ് കിൻ ബേൺഡ് ബ്രിക്സ് ആയിരിക്കും. നമ്മൾ കൺസ്ട്രക്ഷന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് ആണ്. വാട്ടർ അബ്സോർപ്ഷൻ 22%-നേക്കാളും കൂടാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് 7.5 to 40 Nm/mm² ആയിരിക്കും. ഇനി തേർഡ് ക്ലാസ് ബ്രിക്സ് ആണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. തേർഡ് ക്ലാസ് ബ്രിക്സ് ഗ്രൗണ്ട് മോൾഡഡ് ആയിരിക്കും, പക്ഷേ ക്ലാംബേൺഡ് ബ്രിക്സ് ആയിരിക്കും. ക്ലാംബേൺഡ് ബ്രിക്സ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ടെമ്പററി സ്ട്രക്ചേഴ്സിനായിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ 22%-നേക്കാളും കൂടുതലായിരിക്കും. പക്ഷേ അവിടെ ഒരു മാക്സിമം വാല്യൂ പറയുന്നുണ്ട്, 25% വരെ ആവാൻ പാടുള്ളൂ വാട്ടർ അബ്സോർപ്ഷൻ. ഇനി കംപ്രസീവ് സ്ട്രെങ്ത് 3.5 to 7 Nm/mm² ആയിരിക്കും. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഫോർത്ത് ക്ലാസ് ബ്രിക്ക്. ഫോർത്ത് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുന്നത് ഓവർബേൺഡ് ബ്രിക്സ് ആയിരിക്കും. ഓവർബേൺഡ് ബ്രിക്സിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ക്ലാം ബേണിങ് ചെയ്യുമ്പോഴത്തേക്കും ഫ്യൂവലിന് അടുത്ത് കിടക്കുന്ന ബ്രിക്സ് എല്ലാം ഓവർബേൺഡ് ആയിട്ട് പോകും. അപ്പോൾ ആ ബ്രിക്സിനെയാണ് നമ്മൾ ഓവർബേൺഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഈ ഓവർബേൺഡ് ബ്രിക്സിൻ്റെ വേറെ പേരാണ് ജാമ അല്ലെങ്കിൽ ജം ബ്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓർ നെയിംസ് എല്ലാം എപ്പോഴും നോട്ട് ചെയ്ത് പഠിക്കണം, ബിക്കോസ് ഈ PSCക്ക് എപ്പോഴും ഓർ നെയിംസ് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ഫോർത്ത് ക്ലാസ് ബ്രിക്സിനെ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ നമ്മൾ അഗ്രിഗേറ്റ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. കോൺക്രീറ്റിൻ്റെ കൂടെ അഗ്രിഗേറ്റ് ആയിട്ട് ഫോർത്ത് ക്ലാസ് ബ്രിക്സിനെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ബ്രിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം കണ്ടായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യന് ചോദിച്ചിരുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയെന്നായിരുന്നു. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്തിന് 2 വാല്യൂസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കംപ്രസീവ് സ്ട്രെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 40 Nm/mm², പിന്നെ ഒന്ന് മിനിമം കംപ്രസീവ് സ്ട്രെങ്തിൻ്റെ വാല്യൂ ആയിരുന്നു. ആ മിനിമം വാല്യൂ എത്രയായിരുന്നു? 10.2 to 11 Nm/mm². പക്ഷേ ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതെല്ലാം kg/cm². അപ്പോൾ നമ്മൾ എങ്ങനെയാണ് Nm/mm² കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്?
ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ kg/cm²ലെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് ഓപ്ഷൻ ഡി അല്ലേ, 105 kg/cm². അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് മേസൺറി ബ്രിക്ക് ഈസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ് സൈസിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ബ്രിക്സിൻ്റെ സൈസിനെയും വെയിറ്റിനെയും കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് അല്ലെങ്കിൽ മോഡുലാർ സൈസ് എത്രയാണെന്ന് നോക്കാം. 19/9/9 സെൻറ്റിമീറ്റർ ആണ് ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ്. ഇതിൽ 19 സെൻറ്റിമീറ്റർ ലെങ്ത്, 9 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 9 സെൻറ്റിമീറ്റർ ഡെപ്ത് ആയിരിക്കും. ഇനി ബ്രിക്കിൻ്റെ നോമിനൽ സൈസ് ഉണ്ട്. നോമിനൽ സൈസ് എന്ന് പറഞ്ഞാൽ മോട്ടാർ തിക്നെസ് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ 10 mm ആണ് മോട്ടാർ തിക്നെസ് എങ്കിൽ ബ്രിക്കിൻ്റെ നോമിനൽ സൈസ് എന്തായിരിക്കും വരുന്നത്? 20/10/10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമ്മളിപ്പോൾ ഓരോ ലൊക്കാലിറ്റിയിൽ മോൾഡ് ചെയ്തെടുക്കുന്ന ബ്രിക്സിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ബ്രിക്സിനെയാണ് നമ്മൾ നോൺ മോഡുലാർ ബ്രിക്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ ബ്രിക്ക് എന്ന് പറയുന്നത്. അത് 23/11/7 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 23/11/4 സെൻറ്റിമീറ്റർ, രണ്ട് സൈസിൽ നമുക്ക് കാണാറുണ്ട്. ഇനി ഒരു ബ്രിക്കിൻ്റെ വെയിറ്റ് 30 to 35 ന്യൂട്ടനാണ് അല്ലെങ്കിൽ 3 to 3.5 കിലോഗ്രാം. അതുപോലെ നമ്മൾ 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് 18 കിലോ ന്യൂട്ടൺ ആയിരിക്കും. അതായത് യൂണിറ്റ് വെയിറ്റ് ഓഫ് ബ്രിക്ക് 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ്. പിന്നെ നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള ക്വസ്റ്റ്യൻ ആണ് 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് മേസൺറിയിൽ എത്ര സ്റ്റാൻഡേർഡ് ബ്രിക്സ് ഉണ്ടായിരിക്കും, സ്റ്റാൻഡേർഡ് സൈസിൽ എത്ര ബ്രിക്സ് ഉണ്ടാവുമെന്ന്. അപ്പോൾ അതിന് വരുന്നത് 500 ബ്രിക്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് മേസൺറിയിൽ 500 നമ്പർ സ്റ്റാൻഡേർഡ് ബ്രിക്സ് കാണാറുണ്ട്. സോ ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാമല്ലോ. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് മേസൺറി ബ്രിക്ക് എത്രയാണ്? ഓപ്ഷൻ ബി 19/9/9 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്രിക്ക് വിത്ത് ബോത്ത് എഡ്ജസ് റൗണ്ടഡ് ഈസ് ടേംഡ് ആസ് കൗനോസ് ബ്രിക്സ്, ബുൾനോസ് ബ്രിക്സ്, കർവ് സെക്ടർ ആൻഡ് സ്പാൾസ്. നമ്മൾ ഓൾറെഡി ബ്രിക്സിനെ ക്വാളിറ്റീൻ്റെ ബേസിസിലും മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ്റെ ബേസിസിലും ക്ലാസിഫൈ ചെയ്ത് കണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഷേപ്പിൻ്റെ ബേസിസിൽ ബ്രിക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ടൈപ്പ് ബുൾനോസ് ബ്രിക്കാണ്. ഈ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബ്രിക്കിൻ്റെ ഒരു എഡ്ജ് കാർവ്ഡ് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എ ബ്രിക്ക് മോൾഡഡ് വിത്ത് എ റൗണ്ടഡ് ആംഗിൾ, അതാണ് ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി സ്റ്റെയറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പൊക്കെ ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് യൂസ് ചെയ്യുന്ന ബ്രിക്കാണ് ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കൗനോസ് ബ്രിക്ക്. കൗനോസ് ബ്രിക്കിൽ 2 എഡ്ജും കർവ്ഡ് ഷേപ്പിലായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ എ ബ്രിക്ക് മോൾഡഡ് വിത്ത് എ ഡബിൾ ബുൾനോസ് ഓൺ എൻഡ്, അങ്ങനെയും പറയാറുണ്ട് കൗനോസ് ബ്രിക്കിന്. ഇനി അടുത്ത ബ്രിക്കാണ് ചാനൽ ബ്രിക്ക്. അത് നമ്മൾ ഡ്രെയിനേജ് പർപ്പസിനാണ് ചാനൽ ബ്രിക്ക് യൂസ് ചെയ്യുന്നത്. ഒരു ചാനൽ അല്ലെങ്കിൽ ഗട്ടറിൻ്റെ ഷേപ്പിലായിരിക്കും ചാനൽ ബ്രിക്ക് കാണുന്നത്. അടുത്ത വെറൈറ്റിയാണ് കോപ്പിംഗ് ബ്രിക്ക്. നമ്മൾ ഈ വോളിൻ്റെയൊക്കെ മുകളിൽ റെയിൻ വാട്ടർ ഡ്രെയിൻ ഓഫ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു പ്രൊവിഷനെയാണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് കോപ്പിംഗ് ബ്രിക്ക് 3 ടൈപ്സ് ഉണ്ട്. സാഡിൽ ബാക്ക്, ഷാംഫേർഡ് ആൻഡ് ഹാഫ് റൗണ്ട് കോപ്പിംഗ് ബ്രിക്ക്. ടൈപ്പാണ് കർവ്ഡ് ബ്രിക്സ്. ഒരു കർവ്ഡ് സെക്ടറിൻ്റെ ഫോമിലുള്ളതാണ് കർവ്ഡ് ബ്രിക്സ്. ഇത് നമ്മൾ സർക്കുലർ പില്ലേഴ്സിൻ്റെയും ചിമ്മിനീസിൻ്റെയൊക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് കർവ്ഡ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. ആ ഫിഗർ നോക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആർച്ചസിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത വെറൈറ്റിയാണ് ഹോളോ ബ്രിക്സ്. ഇതിന് ക്യാവിറ്റി ബ്രിക്സ് എന്നും സെല്ലുലാർ ബ്രിക്സ് എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിഗർ നോക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ ഒത്തിരി ക്യാവിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ക്യാവിറ്റി ബ്രിക്സ് എന്ന് പറയുന്നത്. ഈ വാൾ തിക്നെസ് വരുന്നത് 20 to 25 mm ആണ്. ഇനി ഒരു സെയിം സൈസുള്ള ഓർഡിനറി ബ്രിക്കുമായിട്ട് കമ്പയർ ചെയ്താൽ ഓർഡിനറി ബ്രിക്കിൻ്റെ വെയ്റ്റിൻ്റെ 1/3 വെയിറ്റ് മാത്രമേ ഈ ഹോളോ ബ്രിക്സിന് ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ വെയിറ്റ് കുറവായത് കാരണം നമുക്ക് കൺസ്ട്രക്ഷനൊക്കെ പെട്ടെന്ന് ചെയ്ത് കഴിയാൻ പറ്റും. And also it reduces the transmission of heat, sound and damp. ടൈപ്പാണ് പേവിംഗ് ബ്രിക്ക്. നോർമലി നമ്മൾ സ്ട്രീറ്റ് പേവ്മെൻറ്റ്സിൻ്റെ കൺസ്ട്രക്ഷനാണ് ഈ പേവിംഗ് ബ്രിക്ക് യൂസ് ചെയ്യാറ്. പക്ഷേ നമ്മൾ ഫ്ലോറിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും പേവിംഗ് ബ്രിക്സ് ഉപയോഗിക്കാറുണ്ട്. ലാസ്റ്റ് വൺ ആണ് പെർഫറേറ്റഡ് ബ്രിക്ക്. ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ബ്രിക്സിൽ ത്രൂ ഔട്ടായിട്ട് സിലിണ്ട്രിക്കൽ ഹോൾസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പെർഫറേറ്റഡ് ബ്രിക്സ് എന്ന് പറയുന്നത്.
ഈ പെർഫറേഷൻസിൻ്റെ ടോട്ടൽ ഏരിയ ബ്രിക്സിൻ്റെ ടോട്ടൽ ഏരിയയുടെ 30 to 45% ആയിരിക്കും. ഇനി ഇതിൻ്റെ വാട്ടർ അബ്സോർഷൻ 15%-നേക്കാളും കൂടാൻ പാടില്ല. പിന്നെ കംപ്രസീവ് സ്ട്രെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 7 ന്യൂട്ടൺ പെർ mm². ഇതും നമ്മൾ തെർമൽ ഇൻസുലേഷന് വേണ്ടിയിട്ടാണ് പെർഫറേറ്റഡ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ ബ്രിക്ക് വിത്ത് ബോത്ത് എഡ്ജസ് റൗണ്ടഡ് ഈസ് ടേംഡ് ആസ്. ബ്രിക്കിൻ്റെ 2 എഡ്ജും റൗണ്ടഡ് ആണെങ്കിൽ ആ ബ്രിക്കിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചത്? ബുൾനോസ് ബ്രിക്സ്. അപ്പോൾ നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ലൈനിങ് ഓഫ് ഫർണസ് ദ ബ്രിക്സ് യൂസ്ഡ് ആർ ഓവർബേൺ ബ്രിക്സ്, അണ്ടർബേൺ ബ്രിക്സ്, റിഫ്രാക്ടറി ബ്രിക്സ്, എനി ഓഫ് ദിസ്. ഓവർബേൺഡ് ബ്രിക്സും അണ്ടർബേൺ ബ്രിക്സും എന്തായാലും ലൈനിങ്ങിന് പറ്റത്തില്ല ഫർണസിൻ്റെ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിലും ഓവർബേൺഡ് ബ്രിക്സ് നമ്മൾ എന്തായിട്ട് അഗ്രിഗേറ്റ് ആയിട്ടാണ് ഉപയോഗിക്കാറ്. അണ്ടർബേൺഡ് ബ്രിക്സ് നമ്മൾ കൺസ്ട്രക്ഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഉള്ളത് റിഫ്രാക്ടറി ബ്രിക്സ് ആണ്. അപ്പോൾ ഈ റിഫ്രാക്ടറി ബ്രിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫർണസിലൊന്നും നമുക്ക് സാധാ ബ്രിക്സിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്തായിരിക്കും കാരണം? അവിടെയൊക്കെ ഹൈ ടെമ്പറേച്ചർ ആണ് വരുന്നത്. അപ്പോൾ ഈ സാധാ ബ്രിക്സിന് ഇത്രയും ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ അത് മെൽറ്റായി പോവും. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞായിരുന്നു 1100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ വന്നാൽ ബ്രിക്സ് മെൽറ്റായി പോകുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലേ ആണ് ഫയർ ക്ലേസ് അല്ലെങ്കിൽ റിഫ്രാക്ടറി ക്ലേസ് എന്ന് പറയുന്നത്. ഇതിൽ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, അലൂമിനിയം, സിലിക്കയും. ബാക്കിയുള്ള ഈ ലൈം, മഗ്നീഷ്യം, അയൺ ഓക്സൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് 5%-നേക്കാളും കൂടാൻ പാടില്ല. ഈ ഫയർ ക്ലേയിൻ്റെ ഫയർ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് ഇതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൈ ഡ്യൂട്ടി ഫയർ ക്ലേ, മീഡിയം ഡ്യൂട്ടി ഫയർ ക്ലേ ആൻഡ് ലോ ഡ്യൂട്ടി ഫയർ ക്ലേ. ഹൈ ഡ്യൂട്ടി ഫയർ ക്ലേക്ക് 1482 to 1648 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. മീഡിയം ഡ്യൂട്ടി ഫയർ ക്ലേ ആണെങ്കിൽ അത് 1315 to 1482 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ് ടു 870 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ലോ ഡ്യൂട്ടി ഫയർ ക്ലേ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിഫ്രാക്ടറി ക്ലേയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ബ്രിക്സ് ആണ് റിഫ്രാക്ടറി ബ്രിക്സ്. അപ്പോൾ ഇതിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ അയൺ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് ഒട്ടും തന്നെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ കളർ വൈറ്റ് അല്ലെങ്കിൽ യെല്ലോയിഷ് വൈറ്റ് കളറായിരിക്കും. ഇതിൻ്റെ വാട്ടർ അബ്സോർഷൻ 5 to 10% ആണ്. ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതിനെ ഫർണസിൻ്റെയൊക്കെ ഇൻറ്റീരിയർ സർഫസിൽ ലൈനിങ് ആയിട്ടും പിന്നെ ചിമ്നീസിലും കിൻസിലും ഓവൻസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അവിടെയൊക്കെയാണല്ലോ ഈ ഹൈ ടെമ്പറേച്ചർ വരുന്ന സ്ഥലങ്ങൾ. ഇത് 3 വെറൈറ്റീസിലുണ്ട്: ആസിഡിക് ബ്രിക്സ്, ബേസിക് ബ്രിക്സ് ആൻഡ് ന്യൂട്രൽ ബ്രിക്സ്. ആസിഡുമായിട്ട് കൂടുതൽ കോണ്ടാക്റ്റ് വരുന്ന പ്ലേസസിലാണ് നമ്മൾ ആസിഡിക് ബ്രിക്സ് ഉപയോഗിക്കുന്നത്. അതായത് ആസിഡിക് ലൈനിങ്ങിന് വേണ്ടിയിട്ടാണ് ആസിഡിക് ബ്രിക്സ് ഉപയോഗിക്കുന്നത്. ഈ ആസിഡിക് ബ്രിക്സ് 2 ടൈപ്പ് ഉണ്ട്: ഓർഡിനറി ഫയർ ബ്രിക്സ് ആൻഡ് സിലിക്ക ബ്രിക്ക്. സിലിക്ക ബ്രിക്കിൽ സിലിക്ക കണ്ടൻറ്റ് 95 to 97% ആണ്. ഇത് നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട് സിലിക്ക കണ്ടൻറ്റ് ഇൻ സിലിക്ക ബ്രിക്ക്. അപ്പോൾ ഓപ്ഷനിൽ 95 to 97% ഉണ്ടായിരിക്കും, 50 to 60% ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ ടെൻഷൻ കാരണം 50 to 60% ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും സിലിക്ക ബ്രിക്കിൽ സിലിക്ക കണ്ടൻറ്റാണ് കൂടുതൽ, 95 to 97%. ഇതിൽ ലൈം 1 to 2% ആയിരിക്കും. ഇതിന് ഒരു 2000 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കംപ്രസീവ് സ്ട്രെങ്ത് 15 Nm². ആണ്. അപ്പോൾ ബേസിക് ലൈനിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ബേസിക് ബ്രിക്സ്. അത് 2 ടൈപ്പ് ഉണ്ട്: മഗ്നീഷ്യ ബ്രിക്ക് ആൻഡ് ഡോളമൈറ്റ് ബ്രിക്ക്. അപ്പോൾ ഈ പേര് മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ ആസിഡിക് ബ്രിക്സ് ആസിഡിക് ലൈനിങ്ങിനായിരുന്നു, ബേസിക് ബ്രിക്സ് ബേസിക് ലൈനിങ്ങിനായിരുന്നു. അപ്പോൾ ന്യൂട്രൽ ബ്രിക്സ് എന്തിനായിരിക്കും? ന്യൂട്രൽ ലൈനിങ്ങിന് ഉപയോഗിക്കുന്നതായിരിക്കും ന്യൂട്രൽ ബ്രിക്സ്. അതും 2 ടൈപ്പ് ഉണ്ട്: ക്രോമൈറ്റ് ബ്രിക്സ് ആൻഡ് ഹൈ അലൂമിന ബ്രിക്സ്. So the brick used for lining of furnace is refractory bricks. അപ്പോൾ നമ്മുടെ ബ്രിക്സ് എന്ന ടോപ്പിക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബ്രിക്ക് മേസൺറി ആണ്. അപ്പോൾ നമുക്കിനി ആ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഓക്കെ.
ഇനി നമുക്ക് ബ്രിക്ക് മേസൺറിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ഈ മേസൺറി എന്ന് പറഞ്ഞാൽ? ബിൽഡിംഗ് യൂണിറ്റ്സ് ബോണ്ടഡ് വിത്ത് മോട്ടാർ, അതിനെയാണ് നമ്മൾ മേസൺറി എന്ന് പറയുന്നത്. ഈ ബിൽഡിംഗ് യൂണിറ്റ്സ് ബ്രിക്സ് ആവാം, സ്റ്റോൺ ആവാം. ബ്രിക്സ് ആണെങ്കിൽ ബ്രിക്ക് മേസൺറി എന്ന് പറയും, സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ മേസൺറി എന്ന് പറയും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്സ് ലെയ്ഡ് ഇൻ മോട്ടാർ ഈസ് കോൾഡ് ക്ലോസർ, ഹെഡർ, സ്ട്രെച്ചർ, കോഴ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ബ്രിക്ക് മേസൺറിയിൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അപ്പോൾ ആ ടെക്നിക്കൽ ടേംസ് നോക്കിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രിക്ക് മേസൺറിയിൽ ടെക്നിക്കൽ ടേംസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടേം സ്ട്രെച്ചറാണ്. ഇതാണ് നമ്മുടെ വാളിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ വാളിൻ്റെ ഡയറക്ഷന് പാരലായിട്ടാണ് ബ്രിക്കിൻ്റെ ലെങ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ട്രെച്ചർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അത് ബ്രിക്കിൻ്റെ വിഡ്ത്താണ് വാളിൻ്റെ ഡയറക്ഷന് പാരലായിട്ട് വെച്ചിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ ഹെഡർ എന്ന് പറയും. ഇനി കോഴ്സ് എന്താണെന്നാണ്. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്കിനെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഹൊറിസോണ്ടൽ ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഴ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് എറേസസ് ആണ്. ഈ ബ്രിക്കിൻ്റെ പ്ലെയിൻ സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന എഡ്ജസിനെയാണ് നമ്മൾ എറേസസ് എന്ന് പറയുന്നത്. ഒരു ബ്രിക്ക് എടുത്താൽ അതിന് 12 എറേസസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു പെർപെൻഡ് എന്ന് പറയുന്ന ടേം ഉണ്ട്. അതെന്താണ്? ഇവിടെയുള്ള ഈ വെർട്ടിക്കൽ ജോയിൻസ്, ബ്രിക്സിൽ വരുന്ന വെർട്ടിക്കൽ ജോയിൻസിനെയാണ് നമ്മൾ പെർപെൻഡ് എന്ന് വിളിക്കുന്നത്. ഇനി ലാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ വെർട്ടിക്കൽ ജോയിൻസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ലാപ്പ് എന്ന് പറയുന്നത്. ഒരു ഗുഡ് ബോണ്ട് കിട്ടാനായിട്ട് ലാപ്പ് ലെങ്ത് ബ്രിക്ക് ലെങ്തിൻ്റെ 1/4 ആയിരിക്കണം. ഇനി ഇതിൽ വരുന്ന ടേമാണ് ബെഡ്. ബ്രിക്കിൻ്റെ ലോവർ സർഫസിനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. ഈ ലോവർ സർഫസിൽ വെക്കുന്ന മോട്ടാറിനെയാണ് നമ്മൾ ബെഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അത്യാവശ്യം ടെക്നിക്കൽ ടേംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ. എ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്സ് ലെയ്ഡ് ഇൻ മോട്ടാർ ഈസ് കോൾഡ്. എന്തായിരിക്കും ആൻസർ വരുന്നത്? ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്സ്, അതിനെ പറയുന്നതാണ് കോഴ്സ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബ്രിക്ക് ലെയ്ഡ് ഇറ്റ്സ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദി ഫേസ് ഓഫ് വാൾ ഈസ് നോൺ ആസ് ക്ലോസർ, ഹെഡർ, സ്ട്രെച്ചർ, കോഴ്സ്. അപ്പോൾ ഇവിടെ ബ്രിക്കിൻ്റെ ലെങ്ത് വാളിൻ്റെ ഫേസിന് പെർപെൻഡിക്കുലർ ആണ്. അതായത് അവിടെ ബ്രിക്കിൻ്റെ വിഡ്ത്ത് ആയിരിക്കും വാൾ ഫേസിന് പാരലായിട്ട് വരുന്നത്. അങ്ങനെ വരുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഹെഡർ എന്നല്ലേ പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഹെഡർ. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The special forms of bricks which are generally used for forming acute or obtuse angles or corners in brick masonry is key bricks, squin quins, bullnose bricks, mitred closer. ഈ ബ്രിക്ക് മേസൺറിയിലെ ഒരു വെർട്ടിക്കൽ ജോയിൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ വെർട്ടിക്കൽ ജോയിൻസ് എല്ലാം സെയിം ലൈനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ബോണ്ടിങ് കുറവായിരിക്കും. അപ്പോൾ ഈ വെർട്ടിക്കൽ ജോയിൻസ് ഓരോ കോഴ്സിലെയും ഡിഫറെൻറ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രിക്സിൻ്റെ ഒറിജിനൽ സൈസിനേക്കാളും ചെറിയ സൈസിലുള്ള ചെറിയ കട്ട് ചെയ്ത പോർഷൻസ് ഓരോ കോഴ്സിലും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്ലോസറും ബാറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ ക്ലോസറും ബാറ്റും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ക്ലോസർ എന്ന് പറഞ്ഞാൽ ബ്രിക്സിനെ ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്യുമ്പോഴത്തേക്കുമാണ് ക്ലോസർ കിട്ടുന്നത്. അതിൽ വരുന്ന ടൈപ്പാണ് ക്യൂൻ ക്ലോസർ. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ബ്രിക്സിനെ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ ഈക്വലായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ക്യൂൻ ക്ലോസർ എന്ന് പറയും. ഈക്വലായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ക്യൂൻ ക്ലോസർ ഹാഫ് എന്നും പറയാറുണ്ട്. ഇനി ഇതിൻ്റെ ഈ ക്യൂൻ ക്ലോസറിനെ വീണ്ടും പകുതിയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ക്യൂൻ ക്ലോസർ ക്വാർട്ടർ എന്ന് പറയാം. അതായത് ഒരു ഒറിജിനൽ സൈസിൻ്റെ 1/4 ആയിരിക്കും ഈ ക്യൂൻ ക്ലോസർ ക്വാർട്ടറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കിൻ ക്ലോസർ. ഇവിടെ ഹാഫ് വിഡ്ത്തും ഹാഫ് ലെങ്തും കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കിൻ ക്ലോസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ വിഡ്ത്തിൻ്റെ
ഹാഫേ ഉണ്ടാകത്തുള്ളൂ, അതുപോലെ ലെങ്തിൻ്റെയും പകുതി മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഈ ഒരു എൻഡിൽ ഫുൾ ലെങ്തും ഫുൾ വിഡ്ത്തും ഉണ്ടായിരിക്കും. ഇനി അടുത്തതാണ് ബിവേർഡ് ക്ലോസർ. ഇവിടെ നമ്മൾ വിഡ്ത്തിൻ്റെ ഹാഫും ലെങ്തിൻ്റെ ഫുള്ളും ഉണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് ബിവേർഡ് ക്ലോസർ കിട്ടുന്നത്. ഇത് സ്പ്ലൈഡ് വർക്കിന് വേണ്ടിയിട്ടാണ് ബിവേർഡ് ക്ലോസർ ഉപയോഗിക്കാറ്. ഇനി അടുത്ത വരുന്ന മിഡ്രിഡ് ക്ലോസറാണ്. നമ്മളിവിടെ നിന്നൊരു 45 ഈ ഡയറക്ഷനിൽ നിന്നൊരു 45 to 60 ഡിഗ്രി ആംഗിൾ എടുത്തിട്ട് ഈ വിഡ്ത്ത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കുമാണ് എന്ത് കിട്ടുന്നത്? മിഡ്രിഡ് ക്ലോസർ കിട്ടുന്നത്. ഇനി ഇവിടെ വരുന്നതാണ് ബാറ്റ്. നമ്മളിപ്പോൾ ബ്രിക്സിനെ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കുമായിരുന്നു നമുക്ക് എന്ത് കിട്ടിയിരുന്നത്? ക്ലോസ് തന്നെ കിട്ടിയിരുന്നത്. അതുപോലെ ഈ വിഡ്ത്തിനെ ക്രോസ് ആയിട്ട് ബ്രിക്കിനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് ബാറ്റ് കിട്ടുന്നത്. ഈ ബ്രിക്കിൻ്റെ പകുതി അങ്ങ് വിഡ്ത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുക, അതിനെയാണ് നമ്മൾ ഹാഫ് ബാറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു 1/4 പോർഷൻ കട്ട് ചെയ്തിരിക്കുക ഇതിൽ, അതായത് 3/4 പോർഷൻ ഇവിടെ ഉണ്ട്, റിമൈനിങ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ് 3/4 ബാറ്റ് എന്ന്. ഇനി ഈ ഇവിടെ വിഡ്ത്ത് കാണുമ്പോഴത്തേക്ക് ഒരു ബിവേർഡ് വിഡ്ത്ത് ആയിരിക്കും കാണുന്നത്. സോ ഇതിനെ നമ്മൾ ബിവേർഡ് ബാറ്റ് എന്ന് പറയും. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സ്പെഷ്യൽ ഫോംസ് ഓഫ് ബ്രിക്സ് വിച്ച് ആർ ജനറലി യൂസ്ഡ് ഫോർ ഫോമിംഗ് അക്യൂട്ട് ഓർ ഒബ്റ്റ്യൂസ് ആംഗിൾസ് ഓർ കോർണേഴ്സ് ഇൻ ബ്രിക്ക് മേസൺറി. ഓപ്ഷൻസിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്തായിരിക്കും ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും, മിഡ്രിഡ് ക്ലോസർ. അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടെർമിനേഷൻ ഓഫ് എ വാൾ ഇൻ എ സ്റ്റെപ്ഡ് ഫാഷൻ ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് നോക്കാം. ക്വിൻ, ടൂത്തിങ്, റാക്കിംഗ് ബാക്ക്, സ്ക്വിൻ. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടൂത്തിങ് ആണോ റാക്കിംഗ് ബാക്ക് ആണോ എന്ന് എപ്പോഴും തിരിഞ്ഞു പോവാറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൂത്തിങ്ങും റാക്കിംഗ് ബാക്കും എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മേസൺറി വർക്ക് ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം വന്നിട്ട് നമ്മൾ അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഓരോ കോഴ്സസിൻ്റെയും എൻഡ് സെയിം വെർട്ടിക്കൽ ലൈനിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ബ്രിക്ക് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അവിടെ നല്ല ബോണ്ട് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അഡിക്വേറ്റ് ബോണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിക്ക് ടെർമിനേറ്റ് ചെയ്യുന്ന ഫാഷൻ, അതായത് വോൾ ടെർമിനേറ്റ് ചെയ്യുന്ന ഫാഷന് വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ടൂത്തിങ്ങും റാക്കിങ്ങും. ബ്രിക്കിൻ്റെ ഓൾട്ടർനേറ്റ് കോഴ്സസ് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് ടൂത്തിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് സ്റ്റെപ്ഡ് ഫാഷനിലാണ് ടെർമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ റാക്കിംഗ് ബാക്ക് എന്നും പറയും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ടെർമിനേഷൻ ഓഫ് വാൾ ഇൻ എ സ്റ്റെപ്ഡ് ഫാഷൻ ഈസ് നോൺ ആസ്. സ്റ്റെപ്ഡ് ഫാഷനിലാണ് ടെർമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തെന്നാണ് പറയുന്നത്? റാക്കിംഗ് ബാക്ക്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ബോൺ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഇംഗ്ലീഷ് ബോൺ, സിംഗിൾ ഫ്ലെമിഷ് ബോൺ, ഡബിൾ ഫ്ലെമിഷ് ബോൺ, ഗാർഡൻ വാൾ ബോൺ. അപ്പോൾ ടൈപ്സ് ഓഫ് ബോൺസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് ബ്രിക്ക് വർക്കിൽ കൊടുക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രെച്ചർ ബോണ്ട് നോക്കാം. ഈ സ്ട്രെച്ചർ ബോണ്ടിൽ ബ്രിക്സ് വാളിൻ്റെ ഫേസിൽ സ്ട്രെച്ചേഴ്സ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഓൾട്ടർനേറ്റ് കോഴ്സസിൽ ഹാഫ് ബ്രിക്ക് ബാറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ പെർപ്പൻസ് സെയിം വെർട്ടിക്കൽ ലൈനിൽ വരാതിരിക്കാനാണ് ഓൾട്ടർനേറ്റ് കോഴ്സസിൽ ഹാഫ് ബ്രിക്ക് ബാറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വോൾ തിക്നെസ് നോക്കിയേ. വോൾ തിക്നെസ് ഈ ബ്രിക്കിൻ്റെ വിഡ്ത്തിന് ഇക്വൽ ആയിരിക്കും, അതായത് 9 സെൻറ്റിമീറ്ററേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ നോർമലി ഒരു വോളിൻ്റെ തിക്നെസ് എത്രയാണ് വരുന്നത്? 20 സെൻറ്റിമീറ്റർ ആണ്, ഇൻക്ലൂഡിങ് മോട്ടാർ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഹാഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഹാഫ് ബ്രിക്ക് തിക്കായിരിക്കും സ്ട്രെച്ചർ ബോണ്ട് ഉണ്ടായിട്ട് കിട്ടുന്ന ബ്രിക്കിൻ്റെ വോളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോർമലി ഈ പാർട്ടീഷൻ വാൾസിലൊക്കെയാണ് ഈ സ്ട്രെച്ചർ ബോണ്ട് ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്ത ടൈപ്പാണ് ഹെഡർ ബോണ്ട്. ഹെഡർ ബോണ്ടിൽ വരുമ്പോഴത്തേക്കും ഈ ബ്രിക്സ് വാളിൻ്റെ ഫേസിൽ ഹെഡേഴ്സ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 3/4 ബാറ്റാണ് ഉപയോഗിക്കുന്നത് ഓൾട്ടർനേറ്റീവ് കോഴ്സസിൽ. ഇവിടുത്തെ തിക്നെസ് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ഈ ലെങ്തിന് ഇക്വലൻ്റ് ആയിരിക്കും ഇവിടുത്തെ തിക്നെസ്. അപ്പോൾ ലെങ്ത് എത്രയാണ് വരുന്നത്? 19 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. അപ്പോൾ നമ്മളിത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്? 1 ബ്രിക്ക് തിക്കുള്ള വാൾസ് കൺസ്ട്രക്ട് ചെയ്യാനാണ് ഹെഡർ ബോണ്ട് യൂസ് ചെയ്യാറ്.
അപ്പോൾ അടുത്തത് ഇംഗ്ലീഷ് ബോണ്ടാണ്. ഇംഗ്ലീഷ് ബോണ്ടിൽ ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രെച്ചർ കോഴ്സ് കൊടുത്തു, പിന്നെ ഹെഡർ, പിന്നെ സ്ട്രെച്ചർ കോഴ്സ്, പിന്നെ ഹെഡർ കോഴ്സ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലിവിടെ നമ്മൾ ഓരോ ഹെഡർ കോഴ്സിലും ക്യൂൻ ഹെഡർ കഴിഞ്ഞാൽ ഒരു ക്യൂൻ ക്ലോസർ പ്ലേസ് ചെയ്യുന്നുണ്ട്. എല്ലാ കോഴ്സിലും നമുക്കത് കാണാൻ പറ്റും. ഈ ക്യൂൻ ഹെഡർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഹെഡർ കോഴ്സിൽ ആദ്യം വെക്കുന്ന ഹെഡറിനെയാണ് ക്യൂൻ ഹെഡർ എന്ന് പറയുന്നത്. ഇനി ഈ ബ്രിക്ക് വർക്കിൽ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ബോണ്ടാണ്. അപ്പോൾ അടുത്തതാണ് ഫ്ലെമിഷ് ബോണ്ട്. ഈ ഫ്ലെമിഷ് ബോണ്ടിൽ ഒരു കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് സ്ട്രെച്ചറും ഹെഡറും ആയിരിക്കും വരുന്നത്. ഈ സ്ട്രെച്ചർ ഹെഡർ, സ്ട്രെച്ചർ ഹെഡർ, അപ്പോൾ ഈ ഓരോ കോഴ്സിലും അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇതിലും ക്യൂൻ ഹെഡർ കഴിഞ്ഞാൽ നമ്മൾ ക്യൂൻ ക്ലോസർ വെച്ചിട്ടുണ്ട്. അപ്പിയറൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു ബോണ്ടാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ടൈപ്പാണ് ഗാർഡൻ വാൾ ബോണ്ട്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഗാർഡൻ വാളിൻ്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നതാണ് ഗാർഡൻ വാൾ ബോണ്ട്. ഗാർഡൻ വാൾ മാത്രമല്ല, ബൗണ്ടറി വാളാണെങ്കിലും കോമ്പൗണ്ട് വാളാണെങ്കിലും നമ്മൾ ഈ ബോണ്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 2 മീറ്ററിനേക്കാളും കൂടാൻ പാടില്ല. ഈ ഗാർഡൻ വാൾ ബോണ്ട് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ആണ്. എന്നാൽ ഇവിടെ ഒരു 3 to 5 കോഴ്സസ് ഓഫ് സ്ട്രെച്ചേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഹെഡർ കോഴ്സ് വരുന്നത്. അടുത്തതാണ് ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട്. ഇവിടെ ഫ്ലെമിഷ് ബോണ്ടിൽ എങ്ങനെയായിരുന്നു, ഒരു കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡേഴ്സും സ്ട്രെച്ചേഴ്സും ആണ് കാണുന്നത്. എന്നാൽ ഇവിടെ ഒരു 3 to 5 സ്ട്രെച്ചേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഹെഡർ വെക്കുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ടിനെ നമ്മൾ സ്കോച്ച് ബോണ്ട് അല്ലെങ്കിൽ സക്സസ് ബോണ്ട് എന്നും പറയാറുണ്ട്. ഇനി ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ടിൻ്റെ ഒരു ടൈപ്പാണ് മോങ് ബോണ്ട്. അതായത് ഹെഡറും സ്ട്രെച്ചറും തമ്മിലുള്ള റേഷ്യോ 1:2 ആണെങ്കിൽ അതിനെ മോങ് ബോണ്ട് എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മളൊരു ഹെഡർ വെച്ചു, പിന്നെ 2 സ്ട്രെച്ചർ, പിന്നെ ഹെഡർ, 2 സ്ട്രെച്ചർ, അങ്ങനെ പോകുന്നുവെങ്കിൽ അതിനെ പറയുകയാണ് മോങ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഓൾട്ടർനേറ്റ് കോഴ്സ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് വരുന്ന ബോണ്ട് ഏതായിരിക്കും? ഇംഗ്ലീഷ് ബോണ്ട് അല്ലേ? അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്ലെമിഷ് ഗാർഡൻ വാൾ കണ്ടെയ്ൻ 1 header to 2 stretchers in each course is known as. ഓപ്ഷൻസ് സെൻറ് ആൻഡ്രൂസ് ക്രോസ് ബോണ്ട്, ഡച്ച് ബോണ്ട്, സിൽവർ കോക്സ് ബോണ്ട് ആൻഡ് മോങ് ബോണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതേ ഉള്ളൂ, എന്താ, ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ടിൽ 1 header to 2 stretcher റേഷ്യോയിൽ വരുന്ന ബോണ്ടിനെ പറയുന്നതാണ് മോങ് ബോണ്ട്. സോ ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി, മോങ് ബോണ്ടാണ്. ഇനി നിങ്ങൾക്കൊരു എക്സസൈസ് തരാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രിക്സ് ടൈപ്സ് യൂസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ക്ലേ? ഓപ്ഷൻസ് ഹോളോ ബ്രിക്സ്, കോപ്പിംഗ് ബ്രിക്സ്, ചാനൽ ബ്രിക്സ്, പെർഫറേറ്റഡ് ബ്രിക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് ദ മാക്സിമം ടോളറൻസ് ഫോർ ലെങ്ത് ആൻഡ് വിഡ്ത്ത് റെസ്പെക്റ്റീവ്ലി. ഇവിടെ ഒരു ബ്രിക്കിൻ്റെ ടോളറൻസ് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടത് ലെങ്ത് ടെസ്റ്റുമായിട്ട്. അവിടെ 20 നമ്പർ ഓഫ് ബ്രിക്സിൻ്റെ ടോളറൻസ് വാല്യൂ ആണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇവിടെ ഒരു ബ്രിക്കിൻ്റെ ടോളറൻസ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ±6 mm ആൻഡ് ±3 mm ആണ് വരുന്നത്. ഇതെങ്ങനെയാണ് വന്നതെന്ന് പറയാം. നമ്മൾ ഈ ലെങ്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും 20 ബ്രിക്സിനെ അടുക്കി വെച്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 20 ബ്രിക്സിൻ്റെ ടോട്ടൽ ടോളറൻസ് വാല്യൂ ഫോർ ലെങ്ത് ആണ് ±120 mm. അപ്പോൾ അത് 20 ബ്രിക്സിൽ ഈ ഓരോ ബ്രിക്സിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഒരു ബ്രിക്കിന് വരുന്ന എത്രയായിരിക്കും? ±120/20 ±6 mm അല്ലേ വരുന്നത്. അതുപോലെ തന്നെയാണ് വിഡ്ത്തിലും. വിഡ്ത്തിൻ്റെ ടോളറൻസ് വാല്യൂ ±60 mm ആയിരുന്നു. അപ്പോൾ അത് ഓരോ ബ്രിക്കിൽ വരുമ്പോഴത്തേക്കും ±3 mm വരത്തില്ലേ? ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്ലാസ് സൺഡേ 5 മണിക്കായിരിക്കും. സ്റ്റോൺ മേസൺറിയുടെ ക്ലാസ് ആയിരിക്കും അന്നുണ്ടാവുന്നത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ.